ഹായ് മക്കളെ, +2 പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളോട് പറയും അതാണ് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബയോളജി സയൻസ് എടുത്തിട്ടുണ്ടാവും, ചില കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പം ഇപ്പം നിങ്ങളോട് പറയുന്നുണ്ടാവും ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങൾ ലൈഫിൽ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ നിന്നാണ് പറയും. അപ്പം നിങ്ങൾക്ക് എന്താവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% പേർക്ക് എന്താണെന്നൊരു ഒരു ധാരണ ഉണ്ടാവില്ല. പല രീതിയിൽ ആളുകൾ വെറുതെ MBBS ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എനിക്ക് ഈ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം, ACC എടുക്കണം, CA എടുക്കണം, CMA എടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ കൃത്യമായി അത് എന്തിനാവണം എന്നുള്ളൊരു തോന്നലൊന്നും ആർക്കും ഇല്ല. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, സാർ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ ചില ആളുകൾ പറയും പാഷൻ അനുസരിച്ച്. ഇപ്പോൾ ഞാൻ എൻ്റെ പാഷൻ അനുസരിച്ച് MBBS കഴിഞ്ഞ ആളാണ്, ഡോക്ടറായി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ടീച്ചിങ് കുറച്ചും കൂടെ എന്നെ എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓണ്ടർപ്രണർഷിപ്പ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഞാൻ സൈലം എന്ന പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സൈലത്തിലേക്ക് മുമ്പോട്ട് വന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പാഷൻ ഇല്ല, എങ്ങനെ പാഷൻ കണ്ടെത്താം, ഞാൻ 12 കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കും. കാരണം ഞാൻ പറഞ്ഞ സത്യമല്ല, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. നിങ്ങൾക്കിപ്പം മെജോറിറ്റി ആളുകൾക്കും എന്ത് ചെയ്യണം, ഇനി എന്തെടുക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ചിന്തയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ എന്താവണമെന്ന് ആഗ്രഹമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ആഗ്രഹമില്ലാത്ത ആളുകളായിരിക്കും മെജോറിറ്റി. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. നമുക്ക് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോയെന്ന് നമുക്കൊന്നും കൂടെ അറിയില്ല. ഞാൻ എൻ്റെ ചിന്ത കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയാണ്. കാര്യം ഞാനും നിങ്ങളുടെ ഒരു ഇതിലൂടെ കടന്നുപോയ ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ പാഷൻ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങളെ പലരും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാകും. അതെ, അപ്പോൾ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മലയാളികൾ മെജോറിറ്റി ആളുകൾ ഇപ്പം കരിക്ക് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെജോറിറ്റി വീഡിയോ കാണുന്ന എല്ലാവരും കരിക്ക് കാണുന്ന ആളുകളായിരിക്കാം. ഇപ്പോൾ സിനിമ ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ മഞ്ഞുമൽ ബോയ്സ് എത്ര പേര് കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പ്രേമലു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഈ സിനിമയുടെ ഇടയിലും പോയി ചിലപ്പോൾ ഗ്യാപ്പ് കിട്ടിയപ്പോൾ കണ്ട ആളുകൾ ഉണ്ടാവാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ടെഡ് ടോക്കുകൾ കാണുക, ഇൻസ്പയറിങ് സ്റ്റോറീസ് കേൾക്കുക, അങ്ങനത്തെ പ്രോസസ്സ് ചെയ്യുന്ന എത്ര പേരെന്ന് വെച്ചാൽ വളരെ ചുരുക്കം ആളുകൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നിങ്ങൾ കാണുന്ന ടെഡ് ടോക്കുകൾ, ബയോപിക്കുകൾ, ഈ പറഞ്ഞ പോലെ ഒരാളുടെ ലൈഫ് സ്റ്റോറി മൊത്തത്തിൽ നിങ്ങൾ ചിലപ്പോൾ വേറെ ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേൾക്കുന്ന സമയത്ത് അങ്ങനെയാണ് നമുക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ചില ആളുകളെയൊക്കെ നോക്കി അങ്ങനെ ചിലർക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെന്നുള്ളതായിരിക്കാം. അപ്പം അങ്ങനെ നിങ്ങൾ കുറച്ച് ആളുകളോട് സംസാരിച്ച് ടെഡ് ടോക്കുകളൊക്കെ കണ്ട് ഈ മോട്ടിവേഷൻ സ്റ്റോറിയൊക്കെ മനസ്സിലായി. ഇപ്പം കുറേ ആളുകൾ പറയും, ഇപ്പം എൻ്റെ ലൈഫ് സ്റ്റോറി കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് കുറേ ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് കേൾക്കണം. കാര്യം ഒരു സാധാരണക്കാരനിൽ ഒന്നും ഇല്ലായ്മയെന്ന് വന്നിട്ട് ഞാൻ MBBS നേടിയതും ഇങ്ങനെ ഒരു സൈലം എന്ന പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തതും ഒക്കെ ഒരു സാധാരണക്കാരന് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യുകയാണ് ഞാൻ ഈ ഒരു സൊസൈറ്റിയിലേക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഹാപ്പിനെസ് പ്രൊജക്റ്റുകളായിക്കോട്ടെ, എല്ലാം അങ്ങനെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു മെസ്സേജ് തന്നെയാണ് തരാൻ വേണ്ടി ഇൻഡയറക്റ്റ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാം പറ്റും, സാധാരണക്കാരൻ ഉൾപ്പെടെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ തീരുമാനിക്കണം എനിക്ക് എന്താവണം. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം. അപ്പം ഡോക്ടർ MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു പൈസ നേടാനുള്ള സ്ഥലമല്ല. ചിലർ പറയും ഇപ്പം കുറേ ആളുകൾ അതിനെതിരെ നെഗറ്റീവായിട്ടുള്ള ഇപ്പം കുറേ മെസ്സേജുകളൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ വീഡിയോകൾ കണ്ടു. അതായത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ലൈഫ് സെറ്റിലാകത്തില്ല, MBBS എടുത്താൽ പെട്ടെന്ന് ലൈഫ് സെറ്റിലാവാൻ വേണ്ടി നിങ്ങൾ MBBS എടുക്കാൻ വേണ്ടി പോകരുത്. പകരം നിങ്ങൾക്ക് സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എന്താണ് ആളുകളെ സെർവ് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഒരു സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു 300 പേഷ്യൻസ് ആയിരിക്കാം, അവരിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അവരതിൽ നിന്ന് ഈ പറഞ്ഞ അവരുടെ ഒരു അസുഖമായി അല്ലെങ്കിൽ ഒരു സങ്കടമായി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അത് മാറി അവർ പിന്നീട് സന്തോഷിച്ച് വരുമ്പോൾ ആ സന്തോഷം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ പ്രോസസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസയൊക്കെ അതിൽ നിന്ന് വരുന്ന ഡെറിവേറ്റീവ് മാത്രമാണ്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് മാത്രമാണ്. സോ അങ്ങനെ ഒരു ജോലിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, നിങ്ങളെ സമൂഹം ബഹുമാനിക്കുന്ന അങ്ങനെ ഒരു ജോബ് തന്നെയാണ് ആ ഒരു പ്രൊഫഷൻ. അപ്പോൾ ഒരു നോബൽ പ്രൊഫഷനാണത്. അങ്ങനെ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പോകാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ എഞ്ചിനീയറിങ്. ഇപ്പോൾ ഈ ഒരു കൊറോണ ടൈമിൽ ഈ പറഞ്ഞ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വലിയ ബൂം വന്നിരുന്നു. ഇപ്പോൾ അതൊരു സ്റ്റാഗ്നന്റ് ഫേസിലാണ് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടേക്കാണ് എത്തുന്നതെങ്കിൽ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തണം, അല്ലാതെ ഇപ്പം ബുദ്ധിമുട്ടാണ്. സാധാ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇപ്പോൾ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ IITs NITs എത്തിയാൽ അവിടെ ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ കൂടുതലാണ്, അവിടെ നിന്ന് നിങ്ങൾക്ക് കയറി പോകാൻ വേണ്ടി പറ്റും. ഇനി പറയുന്ന പോലെ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു നോർമൽ ഡിഗ്രി, സാധാ
കോളേജിൽ എടുക്കുന്നതിനേക്കാൾ എത്രയോ നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയി നിങ്ങൾക്കൊരു ഡിഗ്രി എടുക്കാൻ പറ്റുമെങ്കിൽ. കാര്യം അവിടെ അത്രത്തോളം നിങ്ങൾക്ക് എക്സ്പോഷേഴ്സ് ഉണ്ടാകും, അത്രത്തോളം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പുറത്ത് പോയി പഠിച്ചതിൻ്റെതായ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് പുതിയ നെറ്റ്വർക്കിങ്സ് ഉണ്ടാക്കും. കാര്യം അത്രത്തോളം ആളുകളുമായിട്ട് നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല 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 അധ്യാപകരുടെ കീഴിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറഞ്ഞ ക്യുവെറ്റ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻ നിങ്ങൾക്ക് തരുന്നത്. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്കൊരു ഈ പറഞ്ഞ പോലെ ഈവൻ സയൻസ് കുട്ടികളാണെങ്കിൽ പോലും കൊമേഴ്സ് കുട്ടികളാണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഈ കൊമേഴ്സ് ഫീൽഡ് ആയിട്ടുള്ള CA, SCCA, CMA എന്ന് പറഞ്ഞ്. ഇപ്പം CMA പോലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ SCCA പോലുള്ള കോഴ്സുകളിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് ക്രാക്ക് ചെയ്തിട്ട് CA കുറച്ച് ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ്. ബാക്കി 2 കോഴ്സുകൾ പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിങ് മേഖലയിലേക്ക്, കാര്യം സ്റ്റാർട്ടപ്പ് ഒക്കെ അത്രത്തോളം ബൂം ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എല്ലാ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പുകളിലും അക്കൗണ്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് എന്തുണ്ട്, മുമ്പിലേക്കുണ്ട്. പക്ഷെ എന്താവണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, തീരുമാനിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം. സോ അപ്പം അതിൽ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും, ഈവൻ SSC ആണ്, നിങ്ങളിപ്പം ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ SSCക്ക് ശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നിങ്ങൾ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് SSCക്ക് ശ്രമിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഏത് വഴി നിങ്ങൾക്ക് എന്താണ്, എന്നിട്ട് SSC വഴി നിങ്ങൾ എന്താണ് ഒരു സെൻട്രൽ ഒരു ഈ പറഞ്ഞ പോലെ CBIയിലും അവിടെയൊക്കെ ജോലി കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഏതാണോ നിങ്ങൾക്ക് ആകേണ്ടത് അതിൽ ഇനിയും ഇപ്പം 12ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഒരു 2 മാസം സമയം നിങ്ങൾക്ക് ഇനിയുണ്ട്. ഇപ്പം എൻട്രൻസ് ആണ് പോകുന്നതെങ്കിൽ, ഇപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞ എൻട്രൻസുകളാണെങ്കിൽ അതിൽ ഇനി നിങ്ങൾക്കൊരു 45 ദിവസത്തോളം എന്തുണ്ടാകും, നീറ്റ് എക്സാമിനുണ്ടാകും. 40ഓളം ദിവസത്തിൽ നീറ്റ് എക്സാമിനുണ്ട്. കീമിനും ഏകദേശം 50ഓളം ദിവസം നിങ്ങൾക്ക് എന്തുണ്ട്, മുമ്പിലുണ്ട്. ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എൻട്രൻസിനൊന്നും ഇതുവരെ പഠിക്കും, ആദ്യമായിട്ട് ബബിൾ ചെയ്യുന്ന പലരും ഈ പറഞ്ഞ സമയത്തായിരിക്കാം, ഇതുവരെ ബബിൾ ചെയ്തിട്ടുണ്ടാവില്ല, MCQ ഓൺലൈൻ എക്സാംസ് ഇതുവരെ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ 2 മാസം നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ പീക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അത് ചിലപ്പോൾ നിങ്ങൾ എത്തിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പം 620 മാർക്കോളം വേണം ഒരു ജനറൽ കാറ്റഗറി ആയിട്ടുള്ള ആൾക്ക് MBBS കിട്ടാൻ വേണ്ടി. ആ 620 മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ലാവില്ല ഈ 2 മാസത്തെ പഠനം കൊണ്ട്. കാര്യം അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ, 26 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. പക്ഷേ ഈ 2 മാസം സമയം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായൊരു ബേസ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചിലപ്പോൾ 1 വർഷം കൂടെ ശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളായി. പക്ഷേ ഈ 2 മാസം സമയം എന്ന് പറയുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, വേസ്റ്റ് ആക്കി കളയരുത്. ഇപ്പം നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ അമ്മ വീട്ടിൽ പോകണം, ഒരാഴ്ച അമ്മ വീട്ടിൽ നിന്ന് ആഘോഷിക്കണം, അടുത്ത വിഷു വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പെരുന്നാളിന് മുമ്പ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളൊക്കെ ഭയങ്കരമായി എന്ത് ചെയ്യണം, ആഘോഷിക്കണം, യാത്രകൾ പോകണം എന്നൊക്കെ പറഞ്ഞാണ്. ഈ യാത്രകളൊക്കെ പോകാൻ വേണ്ടി നിങ്ങളുടെ ലൈഫ് സെറ്റിലായി ഇൻ ദ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് കയറുകയാണ്. നിങ്ങൾ IIT ഉറപ്പിച്ച് അടുത്ത JEE മെയിൻ, ഈ പറയുന്ന ജാനുവരിയിൽ വരുന്ന JEE മെയിൻ, അടുത്ത വർഷം ജാനുവരി വരാൻ വന്ന JEE മെയിൻ എഴുതി തകർത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, JEE മെയിൻ ഉറപ്പിച്ചിട്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഒരു കോളേജ് ഉറപ്പിച്ചിട്ടിരിക്കുന്ന മാസങ്ങളാണെങ്കിൽ അത് നിങ്ങൾ യാത്ര പോകാൻ എടുക്കുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യം യാത്ര പോകുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. MBBS എനിക്ക് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറച്ച് കസിൻസൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, കസിനും കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഞാനിങ്ങനെ യാത്ര പോയത് ആ സമയമാണ്. എന്ന് പറഞ്ഞാൽ അപ്പം ഭയങ്കര സന്തോഷത്തിലായിരിക്കും നമ്മൾ പോകുന്നത്. എന്തായാലും നമ്മൾ ഇനി കോളേജിലേക്ക് കയറാൻ പോവുകയാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഈ മാസങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിൽ ഏറ്റവും ഡിസൈഡിങ് ആയിട്ടുള്ള മാസമാണ്. +2 റിസൾട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതല്ല, അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ മാസം കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും എനിക്കിതിൻ്റെ ബേസ് സെറ്റാണ്, അപ്പോൾ എനിക്കിതൊന്നും കൂടെ ശ്രമിച്ചാൽ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ, ചിലപ്പോൾ നിങ്ങൾക്ക് 620 സ്കോർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ 400 സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇതിനൊന്നും പോകാതെ നിങ്ങളുടെ സ്കോർ 100 ആണെങ്കിലും നിങ്ങൾക്ക് വീണ്ടും അത് നിങ്ങൾ 100ൽ നിന്ന് 600 എത്താൻ വേണ്ടി എടുക്കുന്ന എഫേർട്ടിനേക്കാൾ കുറവ് മതി 400ൽ നിന്ന് 600ലേക്ക് എത്താൻ വേണ്ടി. പറഞ്ഞു മനസ്സിലായി? നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം ശ്രമിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാനും ആ പറഞ്ഞ നിങ്ങളുടെ ഒരു യാത്ര തുടങ്ങാനും പറ്റുന്ന ഒരു മാസങ്ങളാണ് ഇനി വരാൻ പോകുന്ന ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയ് മാസത്തിൻ്റെ ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത്. അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാം. അതിനാണ് സൈലത്തിന് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എൻ്റെ ഗെയിം കോഴ്സിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ദിവസങ്ങൾ മൊത്തത്തിൽ ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി അതല്ല ഓഫ്ലൈനാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം എന്താണോ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ക്യുവറ്റ് വേണമെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്തുണ്ട് 1499 വെച്ച് തൊട്ട് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് അത്രയും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ദിവസങ്ങളിൽ നിന്ന് ക്രാഷ് പ്രോഗ്രാമിലൂടെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും, ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് സൈലത്തിൻ്റെ ഇപ്പം കീം, നീറ്റ്, ക്യുവറ്റ് ചാനലിലെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അതിൽ ഫ്രീ ക്ലാസ്സുകളും ഉണ്ടാകും.
അപ്പോൾ ആ ക്ലാസ്സുകളും ഈ പറഞ്ഞ ഇനി ബാച്ചിലുണ്ടെങ്കിൽ ആ ബാച്ചിൻ്റെ ക്ലാസ്സുകളും കണ്ടുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ മാസങ്ങൾ കളയരുത്. എവിടെയും എത്തിയിട്ടില്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ മാസം നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളൊരു എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു പാഷനിലേക്കുള്ള ഒരു യാത്ര ആരംഭിച്ച് വെക്കുക. അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ആളുകളും നന്നായി എഫേർട്ട് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ നന്നായി ബേസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 2 മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുകയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പോകാം മക്കളെ. ഓൾ ദ ബെസ്റ്റ്.